കൊച്ചിയിലെ അഭിഭാഷക വിദ്യാർത്ഥി സംഘർഷത്തിൽ പോലീസിന് നേരെ ആക്രമണം നടത്തിയതിനും കേസെടുത്തു. കണ്ടാലറിയാവുന്ന 10ഓളം ആളുകളുടെ പേരിലാണ് കേസ്. സെൻട്രൽ പോലീസ് ACPയുടെ ഡ്രൈവർ നൌഷാദ, കൺട്രോൾ റൂം ASI ജോസഫ് ഗോമർ എന്നിവർക്കാണ് സംഘർഷത്തിൽ കല്ലുകൊണ്ട് പരിക്കേറ്റത്. ശ്യാംപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ആർക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ഇക്കാര്യത്തിൽ ഈ പോലീസിനും അന്ന് പരിക്കു പറ്റിയിരുന്നു. അന്നേ ദിവസം നമുക്ക് പക്ഷേ പുറത്തു വന്ന വിവരങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും പരിക്കു പറ്റിയ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നായിരുന്നല്ലോ. മോത്തി, അതായത് ഈ അഭിഭാഷക വിദ്യാർത്ഥി സംഘർഷം, ആ സംഘർഷം പിന്നീടുണ്ടായ തുടർ സംഘർഷം, ഈ തുടർ സംഘർഷത്തിൻ്റെയാണ് പോലീസിനടക്കം പരിക്കേൽക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഈ കുപ്പി കൊണ്ട് ഏറും മറ്റുമൊക്കെ ഉണ്ടായി, കല്ലുകൊണ്ടും മറ്റുമൊക്കെ ഏറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഈ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അഭിഭാഷകർ പ്രതിഷേധ പ്രകടനവുമായി വരുന്ന ഘട്ടത്തിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടരും തമ്മിൽ ഇത്തരത്തിൽ ഈ കുപ്പികൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും പരസ്പരം എറിഞ്ഞത്. നിലവിൽ ഇത് സംബന്ധിച്ച 3 കേസുകളാണുള്ളത്. ഇതിൽ അഭിഭാഷകർ നൽകിയ കേസിൽ 10ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കെതിരെ, കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ അഭിഭാഷകർക്കെതിരെയും ഇത്തരത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ സെൻട്രൽ ACPയുടെ ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ ASIക്കും ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിലവിൽ ഈ കണ്ടറിയാവുന്ന അവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഇത് പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ മാരകമായ രീതിയിൽ പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇത് സംബന്ധിച്ച് ചുമത്തിയിട്ടുള്ളത്. ഈ ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ ASIക്കും കല്ലുകൊണ്ടാണ് ഏറിൽ പരിക്കേറ്റിരിക്കുന്നത്. നിലവിൽ അവർ ചികിത്സയും തേടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ കോളേജ് കോമ്പൗണ്ടിലേക്ക് ഈ കല്ലുകൾ എറിഞ്ഞതിന് പിന്നാലെ ഈ കോളേജ് പ്രിൻസിപ്പൽ ഷജില ബീബി ഇത് സംബന്ധിച്ച് സെൻട്രൽ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടില്ല. മൊഴി എടുത്ത ശേഷം ഒരുപക്ഷെ ആ കേസ് കൂടി എടുത്താൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 കേസുകൾ ഉണ്ടാകും. ശരി, ശ്യാംപ്രസാദ് ഉത്തമനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ശ്യാമിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള തല്ലിലാണ് പോലീസുകാർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. പോലീസുകാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി ഉപദ്രവിച്ചു എന്ന കാര്യത്തിൽ കേസും എടുത്തിട്ടുണ്ട്.